വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരീ സഹോദരന്മാരെ, ലോകത്തെവിടെയുണ്ടാകുന്ന നന്മയും നമ്മുടെ നന്മയാണ്. ലോകത്തെവിടെയുണ്ടാകുന്ന വിഷമവും നമ്മുടെ കൂടി വിഷമമാണ്. ഫലസ്തീനിലെ 10,000-കണക്കിന് കുട്ടികൾ മരണപ്പെടുമ്പോൾ അവരുടെ രക്ഷിതാക്കളുടെ ആ നാടിൻ്റെ വിഷമം നമ്മുടെ വിഷമമാകണം. അപ്പോഴാണ് ഒരാൾ സത്യവിശ്വാസിയാകുന്നത്. ലോകത്തെവിടെ യുദ്ധമുണ്ടായാലും ആ യുദ്ധത്തിൻ്റെ കെടുതി ആരനുഭവിച്ചാലും അത് നമ്മുടെ കൂടി വിഷമമാണ്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. എന്നാൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമായി തീരുന്ന പശ്ചിമേഷ്യ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയേക്കാവുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമ്മളെന്ത് ചെയ്യാനാ? നമ്മൾ വാർത്തകൾ വായിക്കുകയും അപഗ്രഥിക്കുകയും മാത്രമല്ല നമുക്ക് ചെയ്യാനുണ്ട്. ഈ രാഷ്ട്രത്തലവന്മാരെയും എല്ലാവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക എന്നത് ലോകത്തൊരു വ്യക്തിക്കെടുക്കാവുന്ന ഏറ്റവും വലിയ ആയുധമാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നമുക്കറിയാം. അതൊരിക്കലും നേരിട്ട് ഇസ്ലാമിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളുമായി നേരിട്ടതിനെ ബന്ധപ്പെടുത്തുക സാധ്യമല്ല. അതെല്ലാവർക്കും വ്യക്തമാകുന്ന കാര്യമാണ്. എന്നാൽ അതിക്രമം ആര് കാണിച്ചാലും അത് അതിക്രമമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അറിയുന്നൊരു വിഷയമാണ്. ഇറാൻ ഒരു ഷീഈ രാഷ്ട്രമാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം അവർ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. അഥവാ കഅബാലയം അത് അവർക്ക് പിടിക്കണം, മദീന അവർക്ക് പിടിക്കണം. പിടിക്കുക മാത്രമല്ല, ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ തൊട്ടടുത്തുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമറുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെയും ഖബർ മാന്തി എടുക്കണം എന്നവർ, അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വ അഷ്ഹദു അന്ന അലിയൻ വലിയുല്ലാഹ് എന്നാണ് അവരുടെ മിക്ക ബാങ്കുകളിലും ഉള്ളത്. ആദ്യത്തെ 3 ഖലീഫമാർ മുർത്തദ്ദുകളാണ്, മതത്തിൽ നിന്ന് പുറത്താണ് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഒരാൾ ഷീ ആവുകയുള്ളൂ. എന്താ ഇവിടെ ഇത് പറയാൻ കാരണം? നമ്മൾ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി ഇറാനിനെ കാണാൻ പറ്റുമോ? ഇല്ലേ. ആളുകൾക്ക് ഇഷ്ടമുള്ളത് മാത്രം പറയാനുള്ളതല്ല ഖുതുബ. യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊരു രാഷ്ട്രം എന്നുള്ള നിലക്ക് ഇസ്രായേൽ കാണിക്കുന്ന അതിക്രമങ്ങളെ എല്ലാ അർത്ഥത്തിലും അബദ്ധം തുടങ്ങിയത് ഇസ്രായേലാണ്. അതൊരു ഭീകര രാഷ്ട്രമാണ്. ലോകത്തുള്ള ഏറ്റവും വലിയ ഭീകരവാദി ഈ ഇസ്രായേലിൻ്റെ ഭരണാധികാരിയാണ്. അതിനോടൊപ്പം ചേർത്ത് വെക്കാവുന്നത് അമേരിക്കയുടെ ഭരണാധികാരിയാണ്. ഏറ്റവും വലിയ ഭീകരവാദികൾ 2 ക്ലീൻ ഷേവുകാരാണ് ലോകത്തുള്ള ഏറ്റവും വലിയ ഭീകരവാദികൾ. അതെല്ലാം സമ്മതിക്കുമ്പോഴും ഇറാൻ വിപ്ലവം മുമ്പ് നടന്നിരുന്നു. ആ വിപ്ലവം ഉണ്ടാകും ആയത്തുള്ള എന്ന പദം എവിടുന്ന് വന്നു? ആ പദം വന്നിരിക്കുന്നത് ഷിർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് യുദ്ധങ്ങളുടെ ന്യായാന്യായങ്ങൾ നോക്കി തന്നെയാണ് അത്തരം കാര്യങ്ങളെ കാണേണ്ടത്. ഇതിനേക്കാളൊക്കെ വലിയ ലക്ഷ്യം ആ 2 ബൈത്തുകൾ, 2 ഹറമുകളാണ് ഇറാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് നമ്മൾ പറയുകയല്ല, അവർ തന്നെ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തത് ധാരാളമായി കിട്ടാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരമൊരു സന്ദർഭത്തിൽ എന്തോ ഒരു ഇസ്ലാമിൻ്റെ രക്ഷകരാണ്, ഇസ്ലാമിൻ്റെ അഖീദയെ രക്ഷിക്കുന്നവരാണ്, സ്വന്തം രാജ്യത്തേക്ക് മിസൈൽ വരുന്നത് വരെ ആ ലക്ഷക്കണക്കിന് ആളുകൾ പെടഞ്ഞു മരിച്ചപ്പോൾ ഇറാൻ ഉണ്ടായിരുന്നില്ല എന്നത് നമ്മളിവിടെ ചേർത്ത് വായിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഈ പടച്ചവൻ്റെ സഹായം ലഭിക്കാൻ ആവശ്യമായ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. എന്തിനാ പടച്ചോൻ എന്ത് സഹായം നമ്മളിന് ആവശ്യം? പടച്ചോൻ നമ്മുടെ വക ഭക്ഷണം ആവശ്യമുണ്ടോ, വസ്ത്രം ആവശ്യമുണ്ടോ? ഒന്നും ആവശ്യമില്ല. പടച്ചോനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ച് നമ്മൾ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലിമത്ത് ഉന്നതമാക്കുക എന്ന പ്രവർത്തനമാണ്. ആ പ്രവർത്തനമാണ് സഹോദരീ സഹോദരന്മാരെ പടച്ചവൻ്റെ സഹായം നമുക്ക് കിട്ടാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് ലോകത്ത് ഒരു യുദ്ധം ആർക്കും സഹിക്കുക സാധ്യമല്ല. അവിടെ യുദ്ധം നടന്നാൽ മതി, ഇവിടെ വില കൂടും. സാധാരണക്കാർ അത് അനുഭവിക്കേണ്ടി വരും. എല്ലാ അർത്ഥത്തിലും പ്രയാസങ്ങൾ വരും.
കുറച്ച് കഴിയുമ്പോൾ മക്കയിലേക്കും മദീനയിലേക്കുമുള്ള തീർത്ഥാടനം പോലും, യാത്രകൾ പോലും പ്രയാസം. അത് അവിടല്ലേ യുദ്ധം എന്ന് പറയാൻ പറ്റില്ല. കാരണം വിമാനമാർഗം വ്യത്യസ്ത രാജ്യങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു യുദ്ധം ഈ കാലഘട്ടത്തിൽ ആർക്കും സഹിക്കാൻ പറ്റിയതല്ല. മറിച്ച് യുദ്ധം നടന്നാൽ തന്നെ അവിടെ കൊല്ലപ്പെടുന്നവർ എന്ത് തെറ്റാണ് ചെയ്തത്? അതുകൊണ്ട് തന്നെ അവരവരുടെ ഈഗോ കാണിക്കുവാൻ വേണ്ടിയുള്ള യുദ്ധതന്ത്രങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഈ ഒരു വിഷയത്തിൽ ആദ്യമായി ടെഹ്റാനെ ആക്രമിച്ചത് ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിലും ഇസ്രായേലിനെതിരാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇസ്ലാമികമായ ഒരു കൂട്ടിക്കെട്ടൽ ആ രാജ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നത് അത് അനീതിയാകും എന്നതുകൂടി കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് ആ കാര്യം നമ്മളിവിടെ പരാമർശിക്കാൻ കാരണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കീഴൊതുങ്ങുന്ന മുസ്ലിമീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, ഭയഭക്തിയുള്ളവരിൽ അല്ലാഹു സുബ്ഹാനഹു വ